ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതൊരു ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സെയിൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഇതിലൊരു കൈ വന്ന് പൊത്തിയിട്ടുണ്ടായിരുന്നല്ലോ. വേറെ ആരുമില്ല, അത് റേസ് ആയിരുന്നു. സോ റേസ് ആണെങ്കിൽ ഇവളോട് ഇവിടെ ഇങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നിനക്ക് വേണ്ടത്, എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അവളുടെ കണ്ണ് പൊത്തിയിട്ട് മാസ്ക് മാറ്റിയിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇത് എയ്സ് നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണ്, എയ്സിൻ്റെ പ്രകാരമാണ്, എയ്സിൻ്റെ അടുത്തേക്ക് തിരിച്ച് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു കമാൻഡ് പറഞ്ഞതാണ്. എയ്സ് പറഞ്ഞത് ഞാൻ നിന്നോട് വന്ന് ഇവിടെ പറഞ്ഞു എന്നുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകം അവൻ്റെ ഫേസ് അവൾ കാണിക്കാതെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവളിങ്ങനെ ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. ഐ മീൻ നമ്മുടെ സെയിന് എയ്സുമായിട്ട് കിസ് ചെയ്ത ഓരോ സന്ദർഭങ്ങൾ ഇവൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഇവളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് തിരിച്ച് എയ്സിൻ്റെ അടുത്തേക്ക് പോകണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആലോചിച്ച് വരുന്ന സമയത്തായിരുന്നു ഇവരുടെ ആ ഒരു ഡോർമെൻ്ററിൻ്റെ അടുത്ത് നിന്നിട്ടാണെങ്കിൽ നമ്മുടെ മിയയും അതുപോലെ തന്നെ നമ്മുടെ ജെറോമും തമ്മിൽ കിസ് ചെയ്യണ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സെയിനെ കണ്ട ഉടനെ ആ ഒരു തട്ടിമുട്ടി എന്നുള്ള രീതിയിൽ നോർമലി എങ്ങനെയാണ് അതുപോലെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ, എന്തിനാണ് ആ ഒരു നിർത്തുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെറോം പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ വനസ എന്നെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനെപ്പോഴും നിന്നെ കിസ് ചെയ്തത്, ഞാൻ നല്ല വീഴാൻ വീണപ്പോൾ നീ പിടിച്ചെന്നല്ലേ ഉള്ളൂ പറയുന്നുണ്ട്. ഓ കറക്റ്റ് എൻ്റെ സ്ലിപ്പിൽ തന്നെ വന്നിട്ട് കിസ് ചെയ്തില്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ജെറോമും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെയിനാണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. പിറ്റേ ദിവസം നമ്മൾ കാണുന്ന സമയത്താണെങ്കിൽ എയ്സ് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സെയിനാണെങ്കിലും എയ്സിനെ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എയ്സിൻ്റെ അപ്പോൾ ഓരോ മൊമെൻറ്റ്സും കാര്യങ്ങളും, കഴിഞ്ഞ ദിവസമാണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേക്ക് അവൾ റിജക്റ്റ് ചെയ്ത ആ ഒരു സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് അവളോട് പറയുന്നുണ്ടായിരുന്നു, ആരാലോചിച്ചിരിക്കുകയാണ്, അങ്ങനെ അവളൊന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ, ഞാനും ഇതുവരെ നമ്മുടെ എയ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല, അവൻ ഇന്ന് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളോട് ആ നെഗറ്റീവായി, മീൻ ഇവളോട് നല്ല പോസിറ്റീവായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ എയ്സിനെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഡിസ്റ്റർബ് ആവുന്നുണ്ട് കേട്ടോ. പഴയ ആ ശത്രുവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഈ ഒരു പ്രസിഡൻറ്റിന്. കാരണം സെയിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഒരു പ്രസിഡൻ്റ് ആയതിനു ശേഷം സെയിനോട് ആ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ സെയിനാണെങ്കിൽ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം വാഷ്റൂമിലാണെങ്കിൽ നിക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളും ഇങ്ങനെ വാഷ്റൂമിൽ കയറിയ സമയത്താണെങ്കിൽ നിക്കി അവിടെ പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ആരെയാണ് നോക്കി നിൽക്കുന്നത്, അയാൾ വേറൊരാളുടെ കൂടിയാണെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ സെയിന് വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നത്, ഞാൻ അതിനൊരു കാര്യം നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, പക്ഷെ നിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നീ ആരെയോ തേടുന്നത് പോലെ ഉണ്ടല്ലോ, സോ അതുകൊണ്ട് നിന്നോട് പറഞ്ഞതാ, നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മോൺസ്റ്റർ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറക്കുക, നീ ഇങ്ങനെ പാവത്താനെ പോലെ നടക്കലേ എന്നുള്ളൊരു കാര്യം എനിക്ക് പറയുന്നുണ്ടായിരുന്നു. ഓ താങ്ക് യു എന്നുള്ള രീതിയിലൊക്കെ സെയിൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എന്ത് ചിന്തിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചോണ്ട് എന്നുള്ള രീതിയിൽ നിക്കിനോട് എതിർത്ത് അവളെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ സെയിൻ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബാൽക്കണി പോലുള്ളൊരു ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു സ്ഥലമാണ്. സോ അവിടെ നിന്ന് അവൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ എയ്സും അതുപോലെ തന്നെ ഏഞ്ചൽക്കും തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇത് കണ്ടിട്ട് അവൾ തരിച്ചു പോകുന്നുണ്ട്. പക്ഷേ അവൾ തനിക്ക് എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ അത് ബോധർ ചെയ്യാതെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ എയ്സ് ആണെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവങ്ങനെ ലീവ് ആയതുകൊണ്ട് തന്നെ. സോ അതിലോരോ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈൻ ചെയ്ത്, എല്ലാ സ്റ്റുഡൻസിനും സൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സെയിനും സൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം സെയിൻ ഇങ്ങനെ പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഏഞ്ചലിക്ക വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഷോലൊക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അപ്പോൾ എയ്സ് അവളോട് പറയുന്നുണ്ട്, നിങ്ങൾ അവൾ സുപ്രീമോ എന്നൊക്കെ സംബോധന ചെയ്തിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എയ്സ് പറയുന്നുണ്ടായിരുന്നു, ഇന്നലത്തെ രാത്രിക്ക് താങ്ക് യു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര നമ്മുടെ സെയിനെ ഹേർട്ട് ആക്കുന്നുണ്ടായിരുന്നു. അത് അവൾ കേട്ടെന്ന് നടന്ന് വേഗം പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ആ ഒരു 6 പേരെയാണ്. അപ്പോൾ നമ്മുടെ ഡെയ്വ് ആണെങ്കിൽ നമ്മുടെ വെനസനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പട്ടി മേലേക്ക് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് ലൈക്ക് തീരെ കോൺസെപ്റ്റ് ഇല്ലാത്ത രീതിയിലൊരു ക്വസ്റ്റ്യൻ പൊട്ടത്തരവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നിൻ്റെ പൊട്ടത്തരം ഇവിടെ ചോദിക്കൽ എന്നുള്ള രീതിയിൽ വെനേസ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അവിടുത്തെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടായിരുന്നത്, നിങ്ങളുടെ ഇനിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ലൂക്കാണെങ്കിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം വയലറ്റ് മാഡം എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൂക്കിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ആകെ നെട്ടുന്നെങ്കിൽ എന്ത് മീറ്റിംഗ് ആയിരിക്കും വിളിക്കുന്നുണ്ടാകുക, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് എന്ത് മീറ്റിംഗ് ആവുന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ നിൽക്കുന്ന റൂമിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ആ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ
തുടങ്ങി. എയ്സ്, അതുപോലെ തന്നെ ഫ്രിറ്റ്സി, അങ്ങനെ ഓരോരുത്തരോരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ടീച്ചേഴ്സും വന്നു, മിസ് കാത്ത്, ഫ്രാൻസിസ്കോ, വയലറ്റ് മാഡം, അതുപോലെ തന്നെ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിവിടെ ഈ ജീവിച്ച ദുരിതപൂർണ്ണമായ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്, പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഹെൽ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ ആദ്യം ഉണ്ടായിരുന്നത്, അത് ഫിലിപ്പീൻ ഹൈ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു യൂണിവേഴ്സിറ്റി ആണല്ലോ. സോ അതിന്ന് മാറിപ്പോൾ ഹെൽ യൂണിവേഴ്സിറ്റി ആയി, ഇനി അത് മാറാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ കാലങ്ങളായിട്ട് ഒരു ഫോർമുല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ലാബിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ അത് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആവാൻ പോവുക എന്നുള്ള രീതിയിലൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടെ ആ ഒരു ഫോർമുല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, മരിച്ച ഒരാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഫോർമുലയായിരുന്നു കണ്ടെത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ആകെ നെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം മരണത്തിന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ഫോർമുല കണ്ടെത്തുന്നത്, അപ്പോൾ അത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. കൂടാതെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതം എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും, കാരണം ഓരോ ഓർമ്മകളിൽ നിങ്ങളിവിടെ ജീവിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ മിസ്സുമാർക്ക് എല്ലാവർക്കും, മിസ്സസ് കാത്തിനും അത് വയലറ്റ് മാഡത്തിനും ഫ്രാൻസിസ്കോ ആ സാറിനും കൂടെ ഒരു മാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവിടെ ഒരു ഗ്യാസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ഗ്യാസ് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ, സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഭയങ്കര അസ്വസ്ഥപ്പെട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ബോധരഹിതരാവുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് മീയും വെനൻസും മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ മാറ്റ് നമ്മുടെ സെയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ ഫസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നല്ലോ, ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിക്കീനെ അതുപോലെ തന്നെ നമ്മുടെ അസർലുമീനെയും കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ എയ്സ് ഒരു ബോധം കിട്ടുന്ന സമയത്താണെങ്കിൽ നിനക്ക് എൻ്റെ അടുത്തേക്ക് തിരിച്ച് എത്തിക്കൂടി എന്നുള്ള രീതിയിൽ നമ്മുടെ സെയിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൻ ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ സെല്ലിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലാണ് ഇവരെല്ലാവരും കിടക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ മീയ നമ്മുടെ സെയിനോട് ഒരു കാര്യം പറയുന്നത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് ഒരു ഗേളിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ സെയിനും മീയൊക്കെ അമ്പരന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഗേളിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു സെല്ല് പൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മിയ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കാരണം നമ്മളിവിടെ എത്തിയത്, എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ സെയിം വിചാരിക്കുന്നത് ചുമ്മാ വേറെ എന്തെങ്കിലും കാര്യമാവുന്നു. പക്ഷേ അവൾ കാര്യം പറഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മിയ ആണെങ്കിൽ സെയിൻ്റെ വീട്ടിൽ തങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്താണെങ്കിൽ സെയിൻ്റെ ചേച്ചി ഒരു രാത്രി ആകുമ്പോൾ പുറത്തേക്ക് പോകുന്നൊരു വലിയ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നൊരു കാഴ്ച മീ ഒരു ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീ ആണെങ്കിൽ ആ ഒരു ബാഗ് ഒരു ദിവസം ചെക്ക് ചെയ്യാനിടയായിട്ട്, അപ്പോൾ അതിൽ ഒരുപാട് ഗണ്ണ് കാര്യങ്ങൾ, മാപ്പ്, അങ്ങനെ ഒരുപാട് ഒരു ഏജൻറ്റിൻ്റെയൊക്കെ, ഒരു സീക്രട്ട് ഏജൻറ്റിൻ്റെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ എന്തൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്നാണ് ഈ ഒരു മാപ്പ് നമ്മുടെ മിയയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മിയയ്ക്കാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്യൂരിയോസിറ്റി പുറത്തായിരുന്നു ഇതിന് തുനിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവൾക്ക് അറിയാവുന്ന രീതിയിൽ ഇവൾ വന്നതാണെങ്കിൽ കൂടെ, ഇവൾക്കൊരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കി വരാൻ. പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നോക്കി തനിക്ക് അറിയാവുന്ന രീതിയിൽ വന്ന് പെട്ടത് അവസാനം ഇത്രയും വലിയൊരു പുല്ലാപ്പിൽ പെടുന്നുള്ള രീതിയിൽ മിയ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അറിയുണ്ടായിരുന്നില്ല താൻ കാരണം ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ എല്ലാവരും പെടുമെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ സെയിൻ പറയുന്നുണ്ടായിരുന്നു, ഇത് നമ്മുടെ റിയാലിറ്റിയാണ്, സോ നമ്മൾ ഇത് അക്സെപ്റ്റ് ആക്കിയേ മതിയാവും. ഒരിക്കലും നിൻ്റെ തെറ്റായിട്ട് ഞാൻ പറയുന്നുണ്ട്, നീ ചെയ്തത് ആ ഒരു സമയത്തിൻ്റെ ആ ഒരു നിൻ്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്, പക്ഷെ എങ്ങനെയായാലും ഇത് നമ്മൾ അനുഭവിച്ചേ മതിയാവും, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. മിയ ആണെങ്കിൽ മിയ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർ അവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മിയക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, പക്ഷേ ഇവരെല്ലാവരും വിചാരിച്ചിട്ടായിരുന്നു മേക്ക് എന്തോ അറിയുന്ന പ്ലേസ് ആണ്. സോ ആ ഒരു ഇതിലായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഹണ്ടിങ് രീതിയിലൊക്കെ ഇങ്ങനെ വന്നതാണെങ്കിൽ പോലും, പക്ഷെ ഇവർക്ക് അവസാനം ഭയങ്കര പെട്ടത് മിയൻ്റെ കാരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് മിയ ഭയങ്കര കുറ്റബോധത്തിലാണ്. ഇത്രയും ദുരിതപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് മരണത്തിലേക്ക് പോവുകയാണോ, ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഭയങ്കര വിഭ്രാന്തിപ്പെട്ടിട്ട് നമ്മുടെ സെയിനോട് പറയുന്നുണ്ടായിരുന്നു. സെയിൻ ആ ഒരു സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, മിയ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ പ്രശ്നവും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും അനുഭവിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വന്നതിന് ശേഷമാണ് ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അനുഭവിക്കാൻ തുടങ്ങിയത്, ഒരു മരണത്തിനെ നേരിൽ കാണാൻ തുടങ്ങിയത്. മാറ്റിന് പ്രശ്നം വന്നത്, എന്നിട്ട് റേസ് വന്ന് രക്ഷിച്ചത്, റേസ് വന്നിട്ടില്ലെങ്കിൽ അവിടെ പെട്ടുപോകുന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ മിയയ്ക്കിന് ഇങ്ങനെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്ന് മിയ ആണെങ്കിൽ ഒരു പെൺകുട്ടീനെ കുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ സെയിനും അതുപോലെ തന്നെ നമ്മുടെ ഡേവിനും ഒരു പോയിസണൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു. മിയ ഒന്ന് നമ്മളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലൂടെ ഒന്നും നമ്മൾ കടന്നു പോയില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു സെല്ലിലേക്ക് രണ്ടുപേരും കൂടെ വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം മിയയെ പിടിക്കാനാണ് പറയുന്നത്. അങ്ങനെ മിയയെ പിടിക്കുന്ന സമയത്താണെങ്കിൽ സെയിന് തീരെ സമ്മതിക്കുന്നില്ലല്ലോ, സെയിന് അവരോട് തർക്കിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇതാക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെയിനാണെങ്കിൽ ഒരാളെ വേഗം ആ സെല്ലിലിട്ട് പൂട്ടുന്നുണ്ടായിരുന്നു, എന്നിട്ട് രണ്ടാമത്തെ ആളെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെക്ക് നല്ല ഒരു കീ എടുത്തിട്ട് മിയയ്ക്ക് കൊടുത്തിട്ട് അവരെല്ലാവരെയും തുറന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു രക്ഷപ്പെടുത്തുന്ന സമയത്താണെങ്കിൽ ആ സെല്ലിലുള്ള ആൾ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ സെയിനെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സെയിനിനെ അടിക്കുമ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ മിയ ഓരോരുത്തരെ പോയിട്ട്
രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. സെയിൻ ഇവിടെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സെയിൻ പറയുന്നുണ്ട് മിയ നീ ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടിട്ട് എല്ലാവരും രക്ഷപ്പെടുത്ത്, ഞാൻ ഇവൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണെങ്കിൽ ഇവർ അങ്ങനെ ഓടിപ്പോയി. മിയ അങ്ങോട്ട് ഓടിപ്പോയ സമയത്താണെങ്കിൽ വയലറ്റ് മേഡം അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ സെയിനെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിയ ആണെങ്കിൽ എല്ലാവരും രക്ഷിക്കുക കേട്ടോ. ഇവരെല്ലാവരും ഒരുമിച്ച് റൂമിലല്ലായിരുന്നു, ഐ മീൻ സെല്ലിലല്ലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. മിയയും സെയിനെയും ഒരു റൂം, ഐ മീൻ സെല്ലിൽ, ബാക്കി സ്റ്റുഡൻസിനെ വേറെ സെല്ലിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റിനെ കാണാനില്ല, സെയിനെ കാണില്ല, എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിന് വരുന്നുള്ള രീതിയിലൊക്കെ മിയ പറയുന്നുണ്ട്. മാറ്റിനെ അവർ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവരും പുറത്തേക്ക് എത്താൻ മാക്സിമം നോക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ജീവനും കൊണ്ട് ഓടുകയാണ്. ആ ഒരു സമയത്ത് ഇവരൊരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്തായാലും തിരിച്ചൊന്നും കൂടെ കാണേണ്ടി വരും, ഒത്തുചേരേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. മാറ്റ് വേറെ എവിടെയായിരുന്നില്ല, നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ നാസർലൂമിയും ചേർന്നിട്ട് നമ്മുടെ മാറ്റിനെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അയ്യോ സെയിൻ എവിടെയെന്നുള്ള രീതിയിൽ വിഭ്രാന്തിപ്പെട്ടിട്ട് തന്നെ നമ്മുടെ മാറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിനെ നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ നിൽക്കി ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവൾ എവിടെയാണ് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്താണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവളൊക്കെ സെല്ലിലാണ്, ഞങ്ങൾ നിന്നെ മാറ്റിയതാണെന്നുള്ള രീതിയിൽ പറയുന്നത്. നിങ്ങൾ എവിടെയാണോ ആ സമയത്ത് എന്നുള്ള രീതിയിൽ മാറ്റി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവസാനമായപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഓരോ നമ്മുടെ ടീമിൽ വർക്കുന്ന ഓരോ കാര്യങ്ങളും മാഡം വയലറ്റിൻ്റെ ഒരാൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അത് ആരും അറിയിക്കണം എന്നുള്ള കാര്യം അറിയാം, പക്ഷെ അത് ആരാന്നറിയാൻ ഭയങ്കര വൈകിപ്പോയി. വേറെ ആരെങ്കിലും ലൂക്കായിരുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മാഡം വയലറ്റിനെ അറിയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ ഇവർ എനിക്കും അതുപോലെ തന്നെ നാസർലൂമിയും മാറ്റിനോട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെയിനെ കുറിച്ച് സംസാരം വരുന്നത് സെയിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് രീതിയിലുള്ള പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്, അവരെ സുരക്ഷിതാക്കാൻ വേണ്ടി തൻ്റെ ജീവിതം കളയാൻ വരെ തയ്യാറായിട്ടുള്ള ഒരാളാണ്. സോ അവൾ എന്തായാലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ മാറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. സെയിനാണെങ്കിൽ സെയിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി തൻ്റെ ജീവൻ വരെ കളയാൻ തയ്യാറാണ്. സോ അതുകൊണ്ട് തന്നെ മാറ്റിൻ്റെ ആ ഒരു ഇതിന് ഇവർ യോജിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. കാരണം സെയിനെ കണ്ടെത്തണം, സെയിനെ രക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സെയിനാണെങ്കിൽ ആ ഒരു ഹിഡൻ ലബോറട്ടറി ഉണ്ടായല്ലോ, ആ ലാബിൽ കെട്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം അവിടെ ആ ഒരു നഴ്സ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു, മാഡം വയലറ്റ് ഉണ്ടായിരുന്നു, അവരുടെ മകനായിട്ടുള്ള ലിയാമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, ഐ മീൻ ഇവൾ പറയുന്നുണ്ടായിരുന്നു ഇവരോട് നിങ്ങൾ എന്തായാലും രക്ഷപ്പെടില്ല, എന്തായാലും നമ്മുടെ എയ്സ് ഇവളെ രക്ഷപ്പെടുത്താൻ വരുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ മാഡം വയലറ്റ് പറയുന്നുണ്ടായിരുന്നു അവളോട് ഇതാണ് നീ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സീക്രട്ട് ലബോറട്ടറി എന്നുള്ള കാര്യങ്ങളൊക്കെ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന സീൻ വെച്ച് കഴിഞ്ഞാൽ എയ്സിനെയാണെങ്കിൽ മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തായിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ എയ്സിന് ബോധം വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ചാനലൊന്ന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്ത് ദിസ് ഈസ് അമൻ സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.